നൂറ്റാണ്ടിൽ മെഡിറ്ററേനിയൻ കടലിനു ചുറ്റുമുള്ള മുഖ്യാംശം ആളുകളും റോമാ സാമ്രാജ്യത്തിന് കീഴിലുള്ള ജനത്തിരക്കുള്ള നഗരങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത്. ഓരോ നഗരവും സംസ്കാരങ്ങളുടെയും വംശങ്ങളുടെയും മതങ്ങളുടെയും വൈവിധ്യമാർന്ന മിശ്രിതമായിരുന്നു. ഇക്കാരണത്താൽ എല്ലാത്തരം ദേവന്മാർക്കും യാഗങ്ങൾ അർപ്പിക്കുന്നതിനായി എല്ലാത്തരം ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. ഓരോ വ്യക്തിക്കും അവരവരുടെ ഭക്തിക്കനുസരിച്ച് ഇഷ്ടദൈവങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഓരോ നഗരത്തിലും തങ്ങളുടേതല്ലാത്ത മറ്റൊരു ദൈവത്തെയും ആരാധിക്കാത്ത ഒരു ന്യൂനപക്ഷ വിഭാഗത്തെയും നിങ്ങൾക്ക് കാണാം. അവരാണ് യഹൂദന്മാർ എന്നറിയപ്പെടുന്ന ഇസ്രായേലിയർ. തങ്ങളുടെ ദൈവം യഥാർത്ഥ ഏകസൃഷ്ടാവും ലോകത്തിന്റെ രാജാവുമാണെന്ന് അവർ അവകാശപ്പെട്ടു. അക്കാലത്ത് ഈ നഗരങ്ങളെല്ലാം റോമാ ചക്രവർത്തി നിർമ്മിച്ച റോഡുകളുടെ ഒരു ശൃംഖലയുമായി ബന്ധിപ്പിച്ചിരുന്നു. അതിനാൽ ചുറ്റി സഞ്ചരിച്ച് വ്യാപാരം നടത്താനും പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും എളുപ്പമായിരുന്നു. അതെ, ഈ റോഡുകളെക്കുറിച്ച് പരിചയമുള്ള ഒരാൾ പൗലോസ് അപ്പോസ്തലനായിരുന്നു. തന്റെ ആയുസ്സിന്റെ 2ാം പകുതി നഗരങ്ങൾ തോറും സഞ്ചരിച്ച് ഇസ്രായേലിന്റെ ദൈവം മനുഷ്യർക്ക് ഒരു പുതിയ രാജാവിനെ നിയമിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുവാൻ ചെലവഴിച്ചു. ഈ രാജാവ് മുൻകാലങ്ങളിൽ വന്ന ആരെയും പോലെ ആയിരുന്നില്ല. ശരിയാണ്, മിക്ക രാജാക്കന്മാരും ആക്രമണം നടത്തിയോ അധികാരം ഉപയോഗിച്ചോ ഭരിക്കുന്നു. എന്നാൽ ഈ പുതിയ രാജാവ് ആത്മത്യാഗത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഭരിക്കുന്നത്. അവന്റെ പേര് യേശു. പൗലോസ് അവന്റെ പ്രതിനിധി. ഈ രാജാവിന്റെ ഭരണത്തിന് കീഴിൽ ജീവിക്കാൻ അവൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. പൗലോസിന്റെ യാത്രാ വിവരണങ്ങളും ആളുകൾ ഈ സന്ദേശത്തെ സ്വീകരിച്ച വിധങ്ങളുമൊക്കെയാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ 3-ാം ഭാഗത്തുള്ളത്. കുറെ കാലത്തേക്ക് അന്ത്യോക്യ നഗരത്തിലായിരുന്നു പൗലോസിന്റെ താമസം. അവിടെ നിന്ന് അവനും സഹപ്രവർത്തകരും 3 യാത്രകൾ നടത്തി. കരയിലൂടെയും കടലിലൂടെയും സാമ്രാജ്യത്തിലുടനീളമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് അവർ സഞ്ചരിച്ചു. ഓരോ നഗരത്തിലും ആദ്യം തന്റെ ആളുകൾ കൂടി വരുന്ന യഹൂദ സിനഗോഗിലേക്ക് പോകുക എന്നതായിരുന്നു പൗലോസിന്റെ പതിവ്. നസറയനായ യേശു എങ്ങനെയാണ് എബ്രായ തിരുവെഴുത്തുകളിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന മശിഹ രാജാവ് ആകുന്നത് എന്ന് പഠിപ്പിക്കുവാനും തെളിയിക്കുവാനും തുടങ്ങും. ചിലർ ഈ വാർത്തയെ വിശ്വസിച്ചു, മറ്റു ചിലർ വിശ്വസിച്ചില്ല. മറ്റു ചിലർ ഈ സന്ദേശം വളരെ തെറ്റിദ്ധരിപ്പിക്കുന്നതും അപകടകരവുമാണെന്ന് കരുതി പൗലോസിനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കാൻ അവർ കലാപത്തിന് ശ്രമിച്ചു. അതിനാൽ പൗലോസ് തിരക്കേറിയ വ്യാപാര സ്ഥലങ്ങളിലേക്ക് പോകുമായിരുന്നു. തന്റെ യാത്രാ ചിലവുകൾക്ക് വേണ്ടി തുകൽ കൂടാരങ്ങൾ നിർമ്മിക്കാനും വിൽക്കാനും അദ്ദേഹം അവിടെ പണിശാല സ്ഥാപിക്കുമായിരുന്നു. അവിടെ പൗലോസ് തന്നെ ശ്രദ്ധിച്ച ഏവരോടും ഉയിർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ചുള്ള വാർത്ത പങ്കിടുന്നു. ഒരു പുതിയ ദൈവത്തെ പ്രചരിപ്പിക്കുന്നവനായി അദ്ദേഹത്തെ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ രോഗിയായ ഒരു വ്യക്തിക്കായി അദ്ദേഹം പ്രാർത്ഥിച്ചു. ആ വ്യക്തി സുഖം പ്രാപിച്ചു. ചുറ്റുമുണ്ടായിരുന്നവർ പൗലോസിനെ തങ്ങളെ സന്ദർശിക്കാൻ ഇറങ്ങി വന്ന ഒരു യവന ദേവനായിരിക്കാമെന്ന് കരുതി. എന്നാൽ യഥാർത്ഥ ദൈവം ഒരുവനെയുള്ളൂവെന്നും അവന്റെ ദാസനാണ് താനെന്നും പൗലോസ് തറപ്പിച്ചു പറഞ്ഞു. ഈ സന്ദേശം പലപ്പോഴും എതിർപ്പുകൾക്കും കൂടുതൽ കലാപങ്ങൾക്കും കാരണമാകുകയും താൻ മർദ്ദിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായ പ്രതികരണം? പറയാം. ദേവന്മാരുടെ ആരാധനയാണ് റോമാ സംസ്കാരത്തെ ഒന്നിച്ച് നിർത്തുന്നത്. ദേവന്മാർ തങ്ങളുടെ നഗരം സുരക്ഷിതമായി സൂക്ഷിക്കുന്നുവെന്ന് അവർ വിശ്വസിച്ചു. മാത്രമല്ല, ക്ഷേത്രത്തിലെ ദേവാരാധന അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗമാണ്. പൗലോസ് യേശുവിനെ ഈ പട്ടികയിൽ ഒരു പുതിയ ദൈവമായി ചേർക്കുകയല്ല ചെയ്തത്. മറ്റെല്ലാ ദേവന്മാരും ശക്തിയില്ലാത്തതും മിഥ്യയുമാണ് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. അങ്ങനെ അവൻ അവരുടെ ജീവിത രീതിയെ വിലയില്ലാത്തതായി കാണിക്കുന്നു. അതെ, അതുമാത്രമല്ല, പൗലോസ് യേശുവിനെ പുതിയ രാജാവായി പ്രഖ്യാപിക്കുമ്പോൾ അവനെ കർത്താവ് അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് വിളിക്കുമായിരുന്നു. ആളുകൾ റോമിലെ ചക്രവർത്തിയെ പരാമർശിക്കുന്ന അതേ വിശേഷണങ്ങളായിരുന്നു അവ. അതിനാൽ പൗലോസിന്റെ സന്ദേശം മുഴുവൻ രാഷ്ട്രീയ സംവിധാനത്തിനെതിരെയുള്ള ഭീഷണിയായി വ്യാഖ്യാനിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ആളുകൾ എന്തിന് ഈ പ്രസ്ഥാനത്തിൽ ചേരണം? കേട്ടിട്ട് അപകടകരമാണല്ലോ. യേശുവിന് ചരിത്രവും വംശം, ലിംഗഭേദം, സാമ്പത്തിക നില എന്നിവ നോക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന സമൂഹങ്ങളെ സൃഷ്ടിച്ച അവന്റെ സ്നേഹവും ആളുകളെ ആകർഷിച്ചു. ഈ ആളുകൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന പുതിയ കുടുംബങ്ങളായി രൂപപ്പെട്ടു. അവർ ത്യാഗപൂർവം ജീവിക്കുകയും ദരിദ്രരെ പരിപാലിക്കുകയും ചെയ്തു. യേശു യഥാർത്ഥത്തിൽ രാജാവാണ് എന്ന വിധത്തിൽ അവർ ജീവിച്ചു. അതെ, അങ്ങനെ യേശുവിനെ കുറിച്ചുള്ള സന്ദേശം പൗലോസ് പ്രഖ്യാപിച്ചതായ എല്ലാ നഗരങ്ങളിലും ആളുകൾ ദൈവത്തിന്റെ ആത്മാവിനാൽ പുതുമനുഷ്യരായി രൂപാന്തരപ്പെടുന്നു. പൗലോസ് ആ നഗരത്തിൽ താമസിച്ച് അവരെ യേശുവിന്റെ മാർഗത്തെപ്പറ്റി പഠിപ്പിക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു പുതിയ നഗരത്തിലേക്ക് പോകുമായിരുന്നു. ഇതൊരു കഠിനമായ ജീവിതമായിരുന്നു. പൗലോസിന് വളരെയധികം വേദനയും ഒരുപാട് കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വന്നു. അതെ, അവൻ അങ്ങനെ ചെയ്തത് സ്വന്തം കഷ്ടതകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റതായ യേശുവിന്റെ കഷ്ടതയുടെയും മരണത്തിന്റെയും പുനരവതരണമാണ് എന്ന് വിശ്വസിച്ചതിനാലാണ്. എന്തു വില കൊടുത്തും യേശുവിന്റെ കഥ പങ്കുവയ്ക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചത് ദൈവത്തിന്റെ തന്നെ സ്നേഹമാണ് എന്നാണ് അവൻ പറഞ്ഞത്. 3-ാമത്തെ യാത്രയ്ക്ക് ശേഷം
പൗലോസിന്റെ പ്രശസ്തി വർദ്ധിച്ചു. അദ്ദേഹം ധാരാളം പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ ധാരാളം പുതിയ ശത്രുക്കളെയും സൃഷ്ടിച്ചിരുന്നു. എന്നാൽ അവരെ ഒഴിവാക്കുന്നതായിരുന്നു ബുദ്ധി. എങ്കിലും പൗലോസ് അവരെ ഒഴിവാക്കിയില്ല. അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം യെരുശലേം ആയിരുന്നു. അദ്ദേഹത്തെ ബന്ധിക്കുവാനും കൊല്ലുവാൻ പോലും ആഗ്രഹിച്ച ആളുകളാൽ ആ നഗരം നിറഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ യെരുശലേമിലേക്ക് പോകുന്നതിന്റെ ലക്ഷ്യവും അവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുമുള്ള കാര്യങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ അവസാന ഭാഗത്തിൽ കാണുന്നത്.